ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ നിറം നല്ല രീതിയിൽ തന്നെ കൂടാനും നല്ല തിളക്കം വരാനും അതേപോലത്തെ മുഖത്ത് രോമ വളർച്ചയുള്ളവർക്ക് രോമ വളർച്ച തടയാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കിത് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവിടെയുള്ള ആ ഒരു കറുത്ത പാടുകളെല്ലാം മാറാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ് കേട്ടോ. ഈ പച്ചമഞ്ഞൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഇനി നിങ്ങളടുത്ത് ഇതേപോലെയുള്ള പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം. കസ്തൂരി മഞ്ഞളും ഇല്ലെങ്കിൽ ഈ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച പൊടിയുണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇത് മൂന്നിലേത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിവിടെ ഈ പച്ചമഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇത് തയ്യാറാക്കിയത്. ഞാനിത് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത് കേട്ടോ. ഈ ഒരു പച്ചമഞ്ഞളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ പോലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അത് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം റോസ് വാട്ടർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമഞ്ഞൾ വാങ്ങുന്ന സമയത്ത് നല്ല ഓറഞ്ച് കളറുള്ളത് നോക്കിയിട്ട് വാങ്ങണം. അതിനാണ് കൂടുതൽ ഗുണം ഉണ്ടാകുക. ചിലതൊരു വെള്ള കളർ പോലെ ഉണ്ടാവും, അതെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ചെറിയ ജാറിലിട്ടത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 2 ആഴ്ചയെല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പണി അവിടെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒട്ടും മടി കൂടാണ്ട് തന്നെ ദിവസവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്ത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ആ ഒരു നിറം ജസ്റ്റ് ഒന്ന് മാറി വന്നത് ശരിക്കും മുഖത്ത് കാണാൻ വേണ്ടി പറ്റും. ഞാനിത് പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ്. ഞാനിതൊരു മാസത്തിൻ്റെ മേലെയോളം ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷേ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കുക. 2 ആഴ്ചൻ്റെ മേലെല്ലാം ഇത് നിൽക്കും കേട്ടോ. കാരണം ഇതിൽ വേറൊന്നും നമ്മൾ ചേർത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം എടുക്കുക. ആവശ്യാനുസരണം എടുത്തതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി കോക്കനട്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ബദാം ഓയിൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഈ ബദാം ഓയിൽ യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ മുഖക്കുരു വരുന്നവർക്ക് കൂടി അത് യൂസ്ഫുള്ളാണ്. ബദാം ഓയിൽ യൂസ് ചെയ്താൽ മുഖക്കുരു വരില്ല. ചിലർക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മുഖക്കുരു വരും. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം, അതായത് 1 ടേബിൾ സ്പൂണ് മഞ്ഞളിന് ഞാൻ 2 ടേബിൾ സ്പൂണ് പിന്നെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്താ പറയുക, തലയിൽ തേക്കുന്ന കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ഇതൊന്നും എടുത്ത് ഉപയോഗിക്കരുത് കേട്ടോ. കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടൂലേ, അതാണ് വേണ്ടത് നമ്മുടെ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട്, രോമ വളർച്ച തടയാൻ വേണ്ടിയിട്ടും. അതുപോലെ മഞ്ഞൾ തേച്ചാൽ ഈ മുഖക്കുരു പോകാൻ വേണ്ടിയിട്ടും സഹായിക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും, അവരൊന്നും ഇത് ട്രൈ ചെയ്യരുത്. അവസാനം നമ്മളിത് പറഞ്ഞ് ചെയ്ത് കുരു വന്നെന്നാണ് പറയുക. ഓൾറെഡി കുരു ഈ അലർജി ഉള്ളവരായിരിക്കും അവർ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഓയിൽ ഇട്ടിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കരുത്, അരച്ച് വെച്ച് മാത്രം വെക്കുക കേട്ടോ. ഓയിൽ ചിലപ്പോൾ കാറിപ്പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ ബോഡിയിലേക്കോ അല്ലെങ്കിൽ ഫേസിലേക്കോ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയത്തിന് മാത്രം ഇത് തയ്യാറാക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊന്നുമില്ല, നിങ്ങൾക്ക് മഞ്ഞളെണ്ണേനെ കുറിച്ചിട്ട് അറിയാമോ? ഏകദേശം ഈ മഞ്ഞളെണ്ണേൻ്റെ ഒരു ഗുണമാണ് ഇത് നൽകുക. പിന്നെ ഈ ഡ്രൈസ് ആയിട്ടുള്ള സ്കിന്നുകാരുണ്ടല്ലോ, അവർക്കെല്ലാം ഇത് നല്ല എഫക്റ്റീവാണ്. മഞ്ഞളെണ്ണ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡ്രൈ സ്കിന്നുകാർക്ക് അവരുടെ സ്കിന്ന് കുറച്ചൊരു സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടും സഹായിച്ച ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അതിനനുസരിച്ചിട്ട് എടുക്കേണ്ടി വരും, അളവ് കൂട്ടിയെടുക്കേണ്ടി വരും. ഫേസിലേക്ക് മാത്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇത് നമ്മുടെ മുഖത്തേക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആകുന്ന പറഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് എന്തായാലും നിങ്ങളിത് ഫേസിലും ബോഡിയിലും വെക്കേണ്ടി വരും. ഇനി കുളിക്കുന്ന സമയത്താണ് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ഓയിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പാലും ചെറുനാരങ്ങ നീരും ഇട്ടിട്ട് തേച്ചാലും നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ.
അപ്പോൾ ഡ്രൈ ഒക്കെ ആയതിന് ശേഷം ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല, വീഡിയോ വലിയ ലോങ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡ്രൈ ആയതിൻ്റെ ശേഷം ഒന്ന് കഴുകിക്കളയുക. അപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് കിട്ടും. ഇത് ദിവസവും ചെയ്യണം കേട്ടോ, ഒരു ദിവസം ചെയ്തിട്ട് നിർത്തരുത്. ഇതൊരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ടെല്ലാം കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് മുഖത്തിന് വരാൻ വേണ്ടി സഹായിക്കും. ഇനി നിങ്ങൾ ബോഡിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയെല്ലാം എടുക്കേണ്ടി വരും. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ മേലെയല്ല നമ്മൾ മഞ്ഞൾ എടുക്കേണ്ടി വരും. ഇതിലേക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ബോഡിയിൽ എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുക. തേച്ച് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളിത് വെക്കണം. അതിന് ശേഷം മാത്രം കുളിക്കുക. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാവോ എന്ന് ചോദിക്കാറുണ്ട്. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കളഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം നഷ്ടപ്പെടും. ഈ പച്ചമഞ്ഞൾ അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു യെലോയിഷ് ടിൻറ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ടിൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ഉരച്ച് കഴുകുമ്പോൾ കടലപ്പൊടി യൂസ് ചെയ്ത് നിങ്ങൾ കഴുകിക്കളയാന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു അതിൻ്റെ ആ മഞ്ഞളിൻ്റെ കറ ഇല്ലാണ്ട് നിൽക്കും. സോപ്പ് ഉപയോഗിക്കരുത്, കടലപ്പൊടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. എന്നാലും നിങ്ങൾക്ക് ആ മഞ്ഞളിൻ്റെ കറ ഉണ്ടാവില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ മുഖത്തെയും ശരീരത്തിലും കറുത്ത പാട് കരിവാളിപ്പ് മാറാനും ഈ അമിതമായ രോമ വളർച്ചയുള്ള സ്ത്രീകൾക്ക് രോമ വളർച്ച ഇല്ലാണ്ടാവാനും സഹായിക്കും. പിന്നെ ഈ മഞ്ഞൾ വെച്ചിട്ടുള്ള കാര്യം പുരുഷന്മാർ അധികം ചെയ്യാത്തതാണ് നല്ലത്. കാരണം പുരുഷന്മാർ മഞ്ഞൾ ഉപയോഗിച്ചാൽ അവർക്ക് താടി വളർച്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.